സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് നമ്മൾ പ്രതിവചന സങ്കീർത്തനത്തിൽ ധ്യാനിച്ചതാണ്. ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ് സ്വർഗത്തിൻ്റെ രാജ്ഞി നിൽക്കുന്നു. സ്വർഗത്തിൽ എനിക്കൊരു അമ്മയുണ്ട്, സ്വർഗത്തിൻ്റെ രാജ്ഞിയായ അമ്മ. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ രാജ്ഞിത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി പരിശുദ്ധ മാതാവിനെ സ്വർഗം അവരോധിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസം. പരിശുദ്ധ മാതാവ് ഇങ്ങനെ രാജ്ഞിയായി എൻ്റെ അമ്മ സ്വർഗത്തിൽ വിരാജിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ താഴെ അടിമയായി ജീവിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. അമ്മ രാജ്ഞിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണരാനായിട്ടുള്ള തിരുനാളാണിത്. സ്വർഗത്തിലെ പരിശുദ്ധ മാതാവും എന്നോടുകൂടെ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ അമ്മയും രാജ്ഞിമാരെ കണക്ക് ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, മനസ്സിലാക്കപ്പെടേണ്ട ആളുകളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയരാനുള്ള ദിവസം. സ്വർഗത്തിൽ എനിക്കൊരു രാജ്ഞിയുണ്ട്, എൻ്റെ അമ്മ രാജ്ഞി. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ അടിമ? പരിശുദ്ധ മാതാവ് ഈ ഭൂലോക സ്വർഗങ്ങളെയൊക്കെ ഭരിക്കുന്ന രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുമ്പോൾ രാജകുമാരന്മാരും രാജകുമാരികളുമായി ജീവിക്കേണ്ട ഒരു ഞാൻ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളിൽ പെട്ട് അടിമകളെ കണക്കലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തിരുനാൾ നമ്മളെ സ്വർഗത്തെ നോക്കി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ അമ്മയാണെങ്കിൽ, അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെങ്കിൽ, ഈ ലോകത്തിന് മീതെ നടക്കുന്ന സ്വർഗത്തിൻ്റെ അവകാശികളായ രാജകുമാരനായി രാജകുമാരിയായി ജീവിക്കേണ്ടവരാണ് ഞാനെന്ന് തിരിച്ചറിവുണ്ടാവണം. പരിശുദ്ധ അമ്മേ മാതാവെ, സാത്താൻ്റെ നരകപ്പിശാചിൻ്റെ തല തകർക്കുന്ന സ്വർഗത്തിൻ്റെ അവകാശികളുടെ കരുത്തുള്ള മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് വലിയ ബോധ്യങ്ങൾ കൊണ്ട്, സ്വർഗത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ധ്യാനം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അമ്മയെ ഇതുവരെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല, അമ്മയുടെ വാക്കുകൾ കേട്ടിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ, പലപ്പോഴും ഇങ്ങനെ ശകാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്നു മുതൽ ഞാൻ എൻ്റെ അമ്മയെ ഒരു രാജകുമാരിയെ കണക്ക് നോക്കിക്കൊള്ളാം അച്ഛ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇന്നു മുതൽ ഞാൻ എൻ്റെ അമ്മയെ ഒരു രാജകുമാരിയെ കണക്ക് നോക്കിക്കൊള്ളാം അച്ഛ. തീരുമാനം എടുക്കേണ്ട ദിവസമാണ് സ്വന്തം അമ്മയെ നോക്കിയിട്ട്. കാരണം ഈശോ തൻ്റെ അമ്മയെ അത്രമാത്രം ഈ ഭൂമിയിൽ ഇങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന്. വീട് വിട്ടിറങ്ങിപ്പോയപ്പോഴേക്കും അമ്മയെ വിട്ടുപോയല്ലോ എന്നൊക്കെ ആരോപണങ്ങളുണ്ട്. അങ്ങനൊന്നുമല്ല. പോയിടങ്ങളിലൊക്കെ കണ്ടുമുട്ടുന്ന സ്ത്രീകളിലൊക്കെ തൻ്റെ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഈശോയെ നമ്മൾ കാണും. ഒരു വിധവ ഭണ്ഡാരത്തിൽ അവളുടെ ഏറ്റവും ഒടുവിലത്തെ നാണയമിടുമ്പോഴും താനാകുന്ന നാണയത്തെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ട വിധവയായ അമ്മയെ ഈശോ ഓർക്കും. ഒരു വിധവ തൻ്റെ മകൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് അലയുമ്പോൾ തൻ്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകേണ്ടതാണെന്നുള്ള ഓർമ്മയിൽ അങ്ങോട്ട് ചെന്ന ആ മകനെ ജീവനിലേക്ക് ഉയർപ്പിച്ച ആ വിധവയുടെ കണ്ണുനീരീശോ തുടക്കും. കുരിശിൽ കിടന്നുകൊണ്ട് മരിക്കാൻ പോകുന്ന നേരത്ത് അവസാനത്തെ ഒരു ഉത്തരവാദിത്വം മറന്നു പോകാതെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യന് ഈ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഈ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ഈ അമ്മയെ മുടിധരിപ്പിക്കും. ഈശോ എത്രമാത്രം തൻ്റെ അമ്മയെ ബഹുമാനിച്ചിരുന്നു, ഓർത്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു, അവളെ ആദരിച്ചിരുന്നു. അതുപോലെ എൻ്റെ അമ്മയെ ഒന്ന് ഗൗരവത്തിലെടുത്തിട്ട് എത്ര കാലമായി, എൻ്റെ അമ്മയുടെ വാക്കുകളൊന്ന് അനുസരിച്ചിട്ട് എത്ര കാലമായി, അവരെ വിഷമിപ്പിക്കാതെ വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞിട്ട് എത്ര കാലമായി, അവരുടെ തോന്നലുകൾ ഗൗരവത്തിലെടുത്തിട്ട് എത്ര കാലമായി, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അമ്മയെ ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് അമ്മയെ ഒന്ന് വാരിയൂട്ടിയിട്ട് എത്ര കാലമായി. എൻ്റെ അമ്മയെ ഞാൻ രാജകുമാരിയെ പോലെ നോക്കിക്കൊള്ളാച്ച. മാതാവിൻ്റെ രാജ്ഞിത്വ തിരുനാൾ ഇങ്ങനെ വെറുതെ ആകാശങ്ങളിലേക്ക് നോക്കി നിന്ന് മാത്രം തീർക്കേണ്ട കാര്യമല്ല. അവിടെ സ്വന്തം അമ്മയെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിൻ്റെ രാജ്ഞി എന്നുള്ള മഹനീയ പദത്തിൻ്റെ ഇങ്ങനെ കിരീടധാരണം നടത്തുന്ന ഈശോയെ നോക്കണം. എന്നിട്ടെൻ്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങണം. പരിശുദ്ധ അമ്മേ മാതാവേ,
അടിമകളായി ജീവിക്കാതിരിക്കാനും അങ്ങ് തന്നിരിക്കുന്ന അമ്മയെ ഈശോ സ്നേഹിച്ചത് കണക്ക് സ്നേഹിക്കാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങയെ എത്രമാത്രം ഈശോയെ ആദരിച്ചോ സ്നേഹിച്ചോ അതുപോലെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അമ്മമാരെ, രാജകുമാരിമാരെ കണക്ക് സ്നേഹിക്കാനും പരിഗണിക്കാനും ശുശ്രൂഷിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റൊന്നിൻ്റെയും അടിമകളായിരിക്കാനല്ല, സ്വർഗത്തിൻ്റെ അമ്മയുടെ, ഞങ്ങളുടെ അമ്മമാരുടെ ശുശ്രൂഷകരായിരിക്കാൻ ഞങ്ങൾക്ക് പാഠം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വലിയ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ മാതാവ് വഴി സ്വർഗത്തിന്റെ അവകാശികളാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഉണരാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈശോയുടെ ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ഭൂമിയുടെ അടിമകളായി പോവാതെ സ്വർഗത്തിന്റെ അവകാശികളാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ മക്കളെന്നുള്ള ആ വലിയ പദവിയിൽ ജീവിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ തിന്മകളെയും തോൽപ്പിച്ചോടിച്ച് ഈ ലോകത്തിന് മുകളിൽ ഭരിക്കുന്ന രാജകുമാരന്മാരും രാജകുമാരികളും സ്വർഗത്തിൻ്റെ അവകാശികളുമായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.